ഓം ശാന്തി. ജോസഫ് മർഫിയുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നതായിട്ടുള്ള ബുക്കിൽ അദ്ദേഹം ഒരു സ്വന്തം അനുഭവം എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാത്രി ഉറങ്ങും മുന്നേ അദ്ദേഹം സ്വന്തം മനസ്സിനോട് പ്രാർത്ഥിക്കുമായിരുന്നു പോലും, എൻ്റെ ഉപബോധ മനസ്സേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മോശമായത് വരാൻ പോകുന്നുണ്ടെങ്കിൽ നീ എനിക്കത് നേരത്തെ കാണിച്ചു തരണം എന്ന് പറയുമായിരുന്നു എന്ന്. ഒരു ദിവസം രാത്രി അദ്ദേഹം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പിറ്റേ ദിവസം ഉണർന്ന് ഒരു സ്ഥലത്തേക്ക് വേറൊരു സ്ഥലത്തേക്ക് യാത്ര പോകേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഉറക്കത്തിൽ കാണുകയാണ്, പിറ്റേ ദിവസം അദ്ദേഹത്തിന് പോവാനുണ്ടായതായിട്ടുള്ള ആ നഗരത്തിൽ ഒരു വലിയ ഹർത്താൽ നടന്നുവെന്നും അതിൻ്റെ ഭാഗമായിട്ട് യാത്രികർക്കും അവിടുത്തെ ആളുകൾക്കൊക്കെ ഒരുപാട് നഷ്ടം സംഭവിച്ചതായിട്ട് ഒരു ന്യൂസ് കാണുകയല്ല, സ്വപ്നത്തിൽ കണ്ടു. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം അവിടേക്കുള്ള യാത്ര പോയില്ല. പക്ഷേ ആക്ച്വൽ ആ സ്വപ്നത്തിൽ കണ്ട പോലെ അവിടെ സംഭവിക്കുകയും കാര്യങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ന്യൂസ് അടുത്ത ദിവസം പത്രത്തിൽ വരികയും ചെയ്തു അത്രേ. നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കാണിച്ചു തരാൻ പോലും സാധ്യതയുണ്ട്. അതിനെ പ്രോപ്പറായിരിക്കുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ. നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ബോധ മനസ്സിൻ്റെ പ്രവൃത്തിയാണ്. ആ കുടിച്ച വെള്ളത്തിനെ ഇറക്കി കൊണ്ടുപോയിക്കൊണ്ട് പ്രോപ്പറായിരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനമാണ്. അറിഞ്ഞുകൊണ്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ ബോധ മനസ്സിൻ്റെ നിയന്ത്രണത്തിലാണ് എങ്കിൽ അറിയാതെ ശരീരത്തിലെ സിസ്റ്റങ്ങളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉപബോധ മനസ്സിൻ്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരു 95% നമ്മുടെ ശരീരത്തിലെ ആക്ടിവിറ്റി എല്ലാം തന്നെ നടക്കുന്നത് ഉപബോധ മനസ്സിൻ്റെ നിയന്ത്രണത്തിലാണ്. ഉപബോധ മനസ്സിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റാരെയും ആശ്രയിക്കാതെ തന്നെ നമുക്ക് എല്ലാ കാര്യത്തെ മനസ്സിലാക്കാനും വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തിരിച്ചറിയാനും നമുക്ക് പ്ലാൻ ചെയ്യാനും മുന്നോട്ട് പോകാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് ഉപബോധ മനസ്സിനെ പ്രോപ്പറായ രീതിയിൽ ഉപയോഗിക്കാനുള്ള 4 ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തെ പിക്ചറൈസേഷൻ തന്നെയാണ്. ഏത് കാര്യമാണോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ആ കാര്യത്തിൽ നമ്മൾ ആദ്യം പിക്ചർ കാണാൻ നമ്മൾ ശ്രമിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വീട് എനിക്ക് വേണം, ഞാൻ ആഗ്രഹിക്കുന്നു. ആ വീട് വേണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സ്ഥലം വാങ്ങിയിട്ട് കൂടി ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ എങ്ങനെയുള്ള വീട് വേണം, അതിൻ്റെ എത്ര മുറി വേണം, എന്തൊക്കെ ഫെസിലിറ്റി വേണം, ആ രീതിയിൽ ഒരു വീടിൻ്റെ പൂർണ്ണമായ ചിത്രം നിങ്ങളുടെ മനസ്സ് നിർമ്മിക്കും വരെ നിങ്ങൾക്ക് ആ വീട് വാങ്ങാനുള്ളതായിട്ടുള്ള സാധ്യതകൾ ഒരുങ്ങി കിട്ടില്ല എന്നുള്ളത് സത്യമാണ്. വിചാരിക്കുന്നു, പക്ഷേ ആ കാര്യം അതിൻ്റെ പൂർണ്ണമായിട്ട് ഊർജ്ജത്തെ ആവാഹിക്കണമെങ്കിൽ അതിന് നമുക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് പിക്ചറൈസേഷനാണ്. രണ്ടാമത്തെ ടെക്നിക്കാണ് മെൻ്റൽ മൂവി. എനിക്കൊരു വീട് വിൽക്കാനാണെന്ന് വിചാരിക്കുക. ഞാൻ വേറൊരു ഉദാഹരണം പറയുകയാണ്. എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, കുറച്ച് ഭൂമി വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ വീട് വിൽക്കാനുണ്ട്, ഇന്ന സാധനങ്ങൾ വിൽക്കാനുണ്ട്. അത് വിറ്റുപോവുകയാണെങ്കിൽ എനിക്ക് പൈസ വരുമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കാനാണ് നിങ്ങൾ ചെയ്യേണ്ടെങ്കിൽ ഒരു മൂവി കാണുക. ആ സ്ഥലത്തിലേക്ക് ഒരു ബ്രോക്കർ വന്നിരിക്കുന്നു. നിങ്ങൾ ഇന്ന സ്ഥലത്തിന് ഇത്ര വിലയ്ക്ക് ആദ്യം നിശ്ചയിക്കണം, ഈ സ്ഥലത്തിന് ഇത്രയാണ് വില. നിശ്ചയിച്ച ശേഷം ഒരു സിനിമ പോലെ നിങ്ങളതിന് പരസ്യം കൊടുത്തു. അത് കഴിഞ്ഞ് കുറേ ആൾക്കാർ അന്വേഷിച്ചു. ഒരു ബ്രോക്കർ വാങ്ങേണ്ട ആൾ വന്നു, വാങ്ങേണ്ട ആളെയും കൊണ്ടുവന്നു. നിങ്ങൾ അവരെ കണ്ടിരിക്കുന്നു, സംസാരിച്ചു, അവർക്ക് സ്ഥലം ഇഷ്ടമായി അല്ലെങ്കിൽ വീട് ഇഷ്ടമായി. അവർ എത്ര ലക്ഷത്തിൻ്റെ ചെക്കാണോ നിങ്ങൾക്ക് തരേണ്ടത് ആ ചെക്ക് നിങ്ങളുടെ കയ്യിൽ തന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ചെക്ക് വാങ്ങും വരെയുള്ള പോർഷനെ ഒരു സിനിമ കാണും പോലെ നിങ്ങൾ കാണുക. ഇങ്ങനൊരു മെൻ്റൽ മൂവി പലവട്ടം കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ഥലം വാങ്ങാനുള്ള ആൾ വരും. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഊർജം പൂർണ്ണമായിട്ട് ശക്തിശാലി മെസ്സേജസ് ആയിക്കൊണ്ട് അന്തരീക്ഷത്തിലേക്ക് സ്പ്രെഡ് ആവുകയും ആ സ്ഥലം വാങ്ങാനുള്ള ആളെ അവിടേക്ക് വലിച്ചു കൊണ്ടുവരികയും ചെയ്യും. പിന്നെ മൂന്നാമത്തെ ടെക്നിക്കാണ് സ്ലീപ്പ് ടെക്നിക്ക് എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ നിങ്ങൾക്കതിനെക്കുറിച്ച് മുന്നും പല വീഡിയോസിലും പറഞ്ഞു തന്നിട്ടുണ്ട്. ഉറങ്ങും മുന്നുള്ളതായിരിക്കുന്ന 5 മിനിറ്റ് സമയം നമ്മുടെ ജീവിതത്തിലെ വളരെയധികം പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്ത് എന്താണോ നമ്മുടെ ലൈഫിൽ വേണ്ടതായിരിക്കുന്ന ഡ്രീം, ആ ഡ്രീമിനെ പൂർണ്ണമായിട്ട് ജന്മം കൊടുത്തുകൊണ്ട് ഊർജം കൊടുത്തുകൊണ്ട് അതിനെ കാണും. അത് ഫീലിംഗ് പാർട്ടിലേക്ക് മാറ്റിക്കൊണ്ട് അനുഭവം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എനർജി ആയിക്കൊണ്ട് വൈബ്രേഷൻ ആയിക്കൊണ്ട് പുറത്തേക്ക് പോവുകയും അത് ഈ പ്രപഞ്ചത്തിന് ആ സന്ദേശം കൊടുക്കുകയും എവിടെയൊക്കെ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കുന്ന ഘടകങ്ങളുണ്ടോ അവിടെ എല്ലാം പോയി അതിനെ ടച്ച് ചെയ്യും, അത് നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് ഉറങ്ങും മുന്നുള്ള 5 മിനിറ്റ് സമയം, ഉണർന്ന് ഉടനെയുള്ളതായിരിക്കുന്ന 5 മിനിറ്റ് സമയം.
അതുകൊണ്ട് ഈ സ്ലീപ്പ് ടെക്നിക് അത് ഓർത്ത് ആ ഒരു വിഷൻ കണ്ട് വിഷ്വലൈസേഷൻ പവർ യൂസ് ചെയ്ത് അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു നല്ല മാർക്ക് വാങ്ങുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ആ നല്ല മാർക്ക് കിട്ടിയിട്ട് എനിക്ക് എല്ലാവരും എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു, അടുത്ത സ്റ്റഡിക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ നോക്കുന്നു, ഇങ്ങനെ അത് കണ്ട് ആനന്ദിച്ചുറങ്ങുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മെമ്മറി പവർ കൂടാൻ തുടങ്ങും, നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മിക്കാനുള്ള ശക്തി കൂടാൻ തുടങ്ങും, മനസ്സിന് ഭയമില്ലാതാവാൻ തുടങ്ങും. ഇതൊക്കെ റിസൾട്ടിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ 4ാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് ടെക്നിക്കാണ്. ഏതൊരു കാര്യവും ഇന്നതാണ് ഞാൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ബോധ മനസ്സ് ഉടനെ എതിർക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന് ഹെൽത്ത് ഇല്ലാത്ത ഒരാൾ ഞാൻ നല്ല ആരോഗ്യവാനാണ് എന്ന് നമ്മുടെ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നമ്മുടെ തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബോധ മനസ്സ് ഉടനെ പറയും, പിന്നെ എന്തിനാ രാവിലെയും വൈകിട്ടും വൈകുന്നേരം മരുന്ന് കഴിക്കുന്നത്, സമ്പൂർണ്ണ ആരോഗ്യവാനായിട്ടാണോ എന്ന് ബോധ മനസ്സ് നമ്മളോട് പറയാൻ തുടങ്ങും. ആ ബോധ മനസ്സിനെ മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളൊരു കാര്യം, ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ മനസ്സിലാകും വരെ പലതവണ ആ രീതിയിൽ ഈ രീതിയിൽ പലതും പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിക്കാറുണ്ട് അല്ലേ. നമ്മൾ അവരായിട്ടൊരു ചെറിയ വാദവിവാദം വേണമെങ്കിൽ പോലും നടത്തിയിട്ട് അവസാനം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്. ഇതേ ടെക്നിക്ക് നമ്മുടെ ഉള്ളിൽ ഉപയോഗിക്കുക. ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയാണ്, ഞാൻ വിചാരങ്ങൾ കൊണ്ട് എനിക്ക് റിസൾട്ട് ഉണ്ട്, ഞാൻ ഇങ്ങനെയായിരുന്നു, ഇപ്പം തൽക്കാലത്തേക്ക് ഇങ്ങനെ ആയതാണ്, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ ആരോഗ്യവാനാകും. ഈ രീതിയിൽ നിങ്ങളുടെ ഒറിജിനൽ ആയിരിക്കുന്ന സ്റ്റേജ് എന്തോ ആ സ്റ്റേജ് ആണ് എന്ന് ബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തും വരെ അതിനോട് വാദിച്ചു കൊണ്ടേയിരിക്കുക. പറഞ്ഞു കൊടുത്ത് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, ആണ് ഇപ്പോൾ ഹെൽത്തി ആണ്, മെഡിസിൻ കഴിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ഹെൽത്തിയാന്ന് പറയാലോ. ഈ രീതിയിൽ ഏതൊക്കെ രീതികളിൽ നിങ്ങൾ വാദിക്കണോ വാദിച്ചോളൂ, മറ്റൊരാളോടല്ല, നമ്മുടെ ബോധ മനസ്സിനോട്. ഇങ്ങനെ ഈ ബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ വളരെ ഫാസ്റ്റ് ഹീലിംഗ് ആയിരിക്കും. ഏത് രോഗത്തിനും മുക്തി നമുക്ക് അൺബിലീവബിൾ ആയിക്കൊണ്ട് നേടാൻ സാധിക്കും. അതുകൊണ്ട് ഈ 4 ടെക്നിക്ക് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രോപ്പറായ രീതിയിൽ അതിന് ഗൈഡൻസ് കൊടുത്താൽ, അത് നിങ്ങളെ സഹായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അത് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ ജീവിതം സ്വപ്നം കാണുന്ന രീതിയിലുള്ളതായിരിക്കുന്ന ഹൈ ലെവലിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കുള്ളൂ. അത് ഹെൽത്ത് ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും റിലേഷൻ ആണെങ്കിലും ഹാപ്പിനെസ് ആണെങ്കിലും. അതുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ യഥാർത്ഥ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.